യുഎസിൽ പൗരത്വം നേടണം എന്നാഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർക്ക് നല്ല വർഷമാണ് 2025. സാധാരണഗതിയിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ ഏറെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. അമേരിക്കയിൽ വലിയ നിക്ഷേപം നടത്തിയ ആൾക്ക് പോലും ഗ്രീൻ കാർഡ് ലഭിക്കാൻ കാത്തിരിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഫെബ്രുവരിയിലേക്കുള്ള വിസ ബുള്ളറ്റിൻ ഏറെ പ്രയോജനകരമായ ഒന്നാണ്. നിരവധി തൊഴിലധിഷ്ഠിത വിസ വിഭാഗങ്ങളിൽ ഗണ്യമായ പുരോഗതിയാണ് ബുള്ളറ്റിൻ കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഇത് ഏറെ പ്രയോജനകരമാണ്. ഗ്രീൻ കാർഡ് നേടുന്ന കുടിയേറ്റക്കാർക്ക് വിസ ബുള്ളറ്റിൻ പ്രധാനമാണ്. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ക്രമീകരിക്കാനുള്ള സമയപരിധിയും അപേക്ഷകൾ സമർപ്പിക്കാൻ അടിസ്ഥാനമാക്കിയ യോഗ്യതയും സംബന്ധിച്ച സുപ്രധാന വിവരമാണ് ഇതുവഴി നൽകുന്നത്. 2025 ഫെബ്രുവരിയിലെ വിസ ബുള്ളറ്റിൻ കാണിക്കുന്നത് ഇന്ത്യൻ അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം കുറയുന്നു എന്നതാണ്. ഇതിനർത്ഥം അവർക്ക് ഗ്രീൻ കാർഡ് അപേക്ഷിച്ചിട്ട് കുറേ കാലം കാത്തിരിക്കേണ്ടതായി വരില്ല എന്നതാണ്. ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകി വളരെ കാലമായി കാത്തിരിക്കുന്ന നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഫെബ്രുവരിയിലേക്കുള്ള വിസ ബുള്ളറ്റിൻ നൽകുന്നത്. നിരവധി പേർ അപേക്ഷിക്കുന്നതിനാലും ഓരോ രാജ്യത്തിനും ഓരോ വർഷവും എത്ര വിസകൾ നൽകാമെന്നതിന് പരിധികൾ ഉള്ളതിനാലും ഇന്ത്യൻ അപേക്ഷകർ ഗ്രീൻ കാർഡുകൾക്കായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട്. 2025 ഫെബ്രുവരിയിലെ അപ്ഡേറ്റുകളിൽ പ്രത്യേകിച്ച് തൊഴിലടിസ്ഥാനമാക്കിയുള്ളതും കുടുംബ സ്പോൺസേർഡ് വിസ വിഭാഗങ്ങളിൽ പുരോഗതിയുണ്ട്. EB2, EB3 തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങൾക്ക് കാത്തിരിപ്പ് സമയം കുറഞ്ഞു. 10 വർഷത്തിലധികം കാത്തിരിക്കുന്ന ചില ഇന്ത്യൻ അപേക്ഷകർക്ക് ഇപ്പോൾ അവരുടെ ഗ്രീൻ കാർഡ് അപേക്ഷകളുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഉദാഹരണത്തിന് ഉന്നത ബിരുദം നേടിയ പ്രൊഫഷണലുകളും സവിശേഷ പ്രതിഭയുള്ള വ്യക്തികളും ഉൾപ്പെടുന്ന EB2നുള്ള മുൻഗണനാ തീയതി 2012 ഏപ്രിൽ 22 നിന്ന് 2012 ഒക്ടോബർ 15 മാറ്റി. എന്നിരുന്നാലും ഫാമിലി ബേസ്ഡ് അപേക്ഷകർക്ക് വലിയ മാറ്റമൊന്നുമില്ല. F1 വിഭാഗത്തിന് ഇപ്പോഴും 2015 നവംബർ 22 തന്നെയാണ് തുടരുന്നത്. അതായത് അവരുടെ US പൗരന്മാരുടെ കുടുംബങ്ങളിൽ ചേരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ പുരോഗതി പുതിയ അപ്ഡേഷനിൽ ഉണ്ടായിട്ടില്ല. ഉന്നത ബിരുദം നേടിയ പ്രൊഫഷണലുകളും സവിശേഷ പ്രതിഭയുള്ള വ്യക്തികളും ഉൾപ്പെടുന്ന EB2നുള്ള അന്തിമ നടപടി തീയതി 2012 ഒക്ടോബർ 1 മുതൽ 2012 ഒക്ടോബർ 15 വരെ എന്ന അടിസ്ഥാന കാലാവധിയിലേക്ക് നീട്ടി. 2013 ജനുവരി 1 എന്ന അടിസ്ഥാന ഫയലിംഗ് തീയതിയിൽ മാറ്റമില്ല. 2012 ഡിസംബർ 1 മുതൽ 2012 ഡിസംബർ 15 വരെ എന്ന അടിസ്ഥാന തീയതിയാണ് EB3ക്കുള്ളത്. അതേസമയം അവരുടെ ഫയലിംഗ് തീയതികളിൽ മാറ്റമില്ല. കഴിഞ്ഞ മാസത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് കുടുംബാധിഷ്ഠിത വിസ വിഭാഗങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ വിഭാഗങ്ങളിലുടനീളം ഫയൽ ചെയ്തതിനുള്ള അന്തിമ നടപടി തീയതികളിൽ എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും ഒരുപോലെയാണ്. ഇന്ത്യൻ പ്രൊഫഷണലുകൾ, പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലയിലുള്ളവർക്കാണ് ഈ അപ്ഡേറ്റുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. EB2, EB3 പോലുള്ള തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് വിഭാഗങ്ങൾക്കുള്ള മുൻഗണനാ തീയതികൾ മുന്നോട്ട് പോകുന്നതിനാൽ അവർക്ക് അവരുടെ ഗ്രീൻ കാർഡുകൾ വേഗത്തിൽ നേടാൻ കഴിയും. മുൻകാലങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ പഠനം പൂർത്തിയാക്കിയ ശേഷം US തുടരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വർക്ക് വിസകൾക്കും സ്ഥിരതാമസത്തിനും വേഗത്തിലുള്ള പ്രോസസ്സിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. US കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയും ആവശ്യമുണ്ട്. ഇത് സാങ്കേതിക വിദ്യയിലും മറ്റ് വ്യവസായങ്ങളിലും ജോലി അന്വേഷിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്.